അമേരിക്കയിൽ വെറും 5 ദിവസങ്ങൾ കൊണ്ട് 10,000-ലധികം വിദേശികൾ അറസ്റ്റിലായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, സംഭവം സത്യമാണ്. ഒരു ദിവസം ശരാശരി 2000 അറസ്റ്റുകൾ. മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം അതീവ രഹസ്യമായാണ് ട്രംപ് ഭരണകൂടം ഈ ഓപ്പറേഷൻ നടപ്പിലാക്കിയത്. സാധാരണയായി വലിയ ബഹളങ്ങളോടെ റെയ്ഡ് നടത്തുന്ന ഇമിഗ്രേഷൻ വിഭാഗം ഇത്തവണ ആരുമറിയാതെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ വൻ അറസ്റ്റ് തരംഗത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ നാൾ മുതൽക്കേ രാജ്യം ചർച്ച ചെയ്യുന്ന ഒന്നാണ് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ജൂൺ മാസത്തിന്റെ അവസാന വാരത്തിൽ അമേരിക്കയിൽ സംഭവിച്ചത് നാളിതുവരെ കാണാത്ത തരത്തിലുള്ള അതിശക്തമായ റെയ്ഡുകളും അറസ്റ്റുകളുമാണ്. എന്താണ് പെട്ടെന്ന് അമേരിക്കയിൽ സംഭവിച്ചത്? എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ ഇത്രയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അറസ്റ്റിലായത്? ട്രംപ് ഭരണകൂടം തങ്ങളുടെ നാടുകടത്തൽ തന്ത്രങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായ വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു കഴിഞ്ഞു. നമുക്ക് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എന്താണെന്ന് ആദ്യമേ ഒന്ന് നോക്കാം. ICE അഥവാ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ് ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും അവരെ അറസ്റ്റ് ചെയ്ത് നാടുകടത്താനും ചുമതലപ്പെടുത്തിയിട്ടുള്ള പ്രധാന ഫെഡറൽ ഏജൻസിയാണിത്. യഥാർത്ഥത്തിൽ ICE തങ്ങളുടെ അറസ്റ്റ് വിവരങ്ങൾ കൃത്യമായ കണക്കുകളോടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ സാധാരണയായി റിലീസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളുമായി കൃത്യമായ ഒരു താരതമ്യം അത്ര എളുപ്പമല്ല. എന്നാൽ ഔദ്യോഗികമായി പുറത്തുവിടാത്ത അതീവ രഹസ്യമായ ഈ കണക്കുകൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതോടെയാണ് സംഭവം പുറം ലോകമറിയുന്നത്. ഈ ഡേറ്റയുമായി അടുത്ത ബന്ധമുള്ള ഒരു അജ്ഞാത സ്രോതസ്സാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആദ്യമായി മാധ്യമങ്ങൾക്ക് നൽകിയത്. പ്രമുഖ അമേരിക്കൻ പത്രമായ ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. തൊട്ടു പിന്നാലെ അസോസിയേറ്റ് പ്രസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിച്ചു. മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ജൂൺ മാസത്തിന്റെ അവസാന വാരത്തിലെ ഒരു വെള്ളിയാഴ്ച ആരംഭിച്ച് ചൊവ്വാഴ്ച അവസാനിച്ച, അതായത് 5 ദിവസത്തെ കാലയളവിൽ ഈ അറസ്റ്റുകൾ 10,000 കടന്നു. കൃത്യമായി പറഞ്ഞാൽ ഒരു ദിവസം ശരാശരി 2000 പേർ വീതം പിടിയിലായി. ഇതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ മുൻപത്തെ കണക്കുകൾ കൂടെ പരിശോധിക്കണം. ട്രംപ് ഭരണകൂടത്തിന്റെ 2ാം ടേമിന്റെ തുടക്കം മുതൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ അറസ്റ്റുകൾ നടന്നത് ഡിസംബർ മാസത്തിലായിരുന്നു. എന്നാൽ ആ മാസത്തിൽ പോലും രാജ്യവ്യാപകമായി പ്രതിദിനം ശരാശരി 1283 അറസ്റ്റുകൾ മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതിനെയാണ് ഇപ്പോൾ ഒറ്റയടിക്ക് ഒരു ദിവസം 2000 എന്ന രീതിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. അസോസിയേറ്റഡ് പ്രസ് ശേഖരിച്ച വിവരങ്ങൾ പ്രകാരം ഫെബ്രുവരി മാസം മുതൽ അമേരിക്കയിലെ ICE ഡിറ്റൻഷൻ സെന്ററുകളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം പ്രതിമാസം 30,000 എന്ന പരിധിയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ജൂൺ മാസത്തില് ഇത് ഒറ്റയടിക്ക് 39,000 കുതിച്ചുയർന്നു. അതായത് റെക്കോർഡ് വേഗത്തിലാണ് തടങ്കൽ കേന്ദ്രങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു റെയ്ഡ് നടന്നിട്ടും വലിയ വാർത്താ കോലാഹലങ്ങൾ ഉണ്ടാകാതിരുന്നത് എന്ന സംശയമായിരിക്കും നമ്മളിൽ പലർക്കും ഇപ്പോൾ തോന്നുന്നത്. അവിടെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ തന്ത്രം ഒളിഞ്ഞിരിക്കുന്നത്. മുൻകാലങ്ങളിൽ പ്രമുഖ അമേരിക്കൻ നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള സായുധ റെയ്ഡുകളും അറസ്റ്റും നടത്തി മാധ്യമ ശ്രദ്ധ നേടാനായിരുന്നു ട്രംപ് ഭരണകൂടം ശ്രമിച്ചത്. എന്നാൽ ഇത് പലപ്പോഴും വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾക്കും നിയമപരമായ തടസ്സങ്ങൾക്കും കാരണമായി. അതുകൊണ്ട് തന്നെ ഇത്തവണ ഭരണകൂടം തങ്ങളുടെ തന്ത്രം മാറ്റി വലിയ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് ബഹളങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം വളരെ നിശബ്ദമായി, എന്നാൽ ലക്ഷ്യം കൃത്യമായി കണ്ട് നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതെല്ലാം നഗരങ്ങളിലാണ് പ്രധാനമായും റെയ്ഡ് നടക്കുന്നതെന്ന കാര്യം പോലും അതീവ രഹസ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പുറമെ വലിയ റെയ്ഡുകൾ നടക്കുന്നില്ലെന്ന് തോന്നിപ്പിക്കുമെങ്കിലും താഴെ തട്ടിൽ അറസ്റ്റുകൾ വളരെ ശക്തമായി മുന്നേറുന്നുണ്ടെന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ഈ വൻ അറസ്റ്റ് തരംഗത്തെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നൽകുന്ന വിശദീകരണം എന്താണെന്ന് നോക്കാം. അവർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. 1ാം ദിവസം മുതൽക്കേ അമേരിക്കൻ ജനതയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ വാഗ്ദാനം പാലിക്കാൻ DHS സുരക്ഷാ സേന പ്രതിജ്ഞാബദ്ധരാണ്. കൊലപാതകികൾ, ബലാത്സംഗ കേസ് പ്രതികൾ, പീഡനക്കാർ, ഗുണ്ടാ സംഘങ്ങൾ, തീവ്രവാദികൾ എന്നിവരുൾപ്പെടെയുള്ള കുറ്റവാളികളായ അനധികൃത വിദേശികളെ അറസ്റ്റ് ചെയ്യാനും നാടുകടത്താനുമുള്ള നടപടികൾ തങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അതായത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കുറ്റവാളികളെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് ഭരണകൂടത്തിന്റെ വാദം.
അമേരിക്കയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ കുടുംബങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഈ വാർത്ത സമ്മാനിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം എന്ന ഭീതിയിലാണ് അവരിപ്പോൾ കഴിയുന്നത്. വലിയ ബഹളങ്ങളില്ലാതെ നിശബ്ദമായി ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടത്താൻ ICEക്ക് സാധിക്കുന്നു എന്നത് ട്രംപിന്റെ മാസ് ഡീപ്പോർട്ടേഷൻ പ്ലാൻ എത്രത്തോളം ആസൂത്രിതമാണെന്ന് വ്യക്തമാക്കുന്നു. നിയമവിരുദ്ധ കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെ US പ്രതിനിധി സഭ അടുത്തിടെ 3 വർഷത്തേക്ക് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിന് $70 ബില്യൺ ബില്ലാണ് പാസാക്കി നൽകിയിരിക്കുന്നത്. ഇതിലൂടെ വരും ദിവസങ്ങളിലും ഈ നടപടികൾ കൂടുതൽ കർശനമാകുമെന്ന് ഉറപ്പാണ്.